ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജൂനിയർ മർച്ചൻറ്റ് ഫിസിക്സ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. HSI ഫിസിക്കൽ സയൻസ് ഫിസിക്സ് പോർഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശം. ഇവിടെ പാർട്ട് 3 എന്ന ഭാഗത്താണ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടുത്തിയാണ് കേരള PSC HSI ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഡിഗ്രി ബേസായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ ഈ പരീക്ഷയെ സമീപിക്കാനായിട്ട്. ഈ മൊഡ്യൂൾ 2ൻ്റെ ഏറ്റവും അവസാനം സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പോർഷനകത്ത് വരുന്നത് മെയിനായിട്ട് 5 ടോപ്പിക്കുകളാണ്. ഈ ഒന്നാമത്തെ ടോപ്പിക്ക് ഡയോഡ്, 2 ട്രാൻസിസ്റ്റർ, 3 ആംപ്ലിഫയർ, 4 ഓസിലേറ്റർ, 5 ലോജിക് ഗേറ്റ്. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, പക്ഷേ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞു പോർഷനാണ്. ഈ 5 ടോപ്പിക്കുകളിൽ നിന്നും ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡയോഡും ട്രാൻസിസ്റ്ററും ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് കമ്പോണൻസ് ആണ്. അത് മനസ്സിലായാൽ മാത്രമാണ് ബാക്കി 2 ടോപ്പിക്കുകളായ ആംപ്ലിഫയേഴ്സും ഓസിലേറ്റേഴ്സിനെയും പറ്റി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് 5ാമത്തെ ടോപ്പിക്കായിട്ട് ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞതിൽ വരുന്നത്. അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പോർഷനാണ് ഈ ലോജിക് ഗേറ്റിൽ. ഇവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഇങ്ങനെ ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഈ ടോപ്പിക്കുകളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓരോ ടോപ്പിക്കിനെ പറ്റിയും ഉള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.